ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻവെർട്ടർ ബാറ്ററികളിൽ ടോപ്പ് അപ്പ് ചെയ്യാനായി നമ്മൾ വാങ്ങുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ എന്നറിയപ്പെടുന്ന ബാറ്ററി വാട്ടർ ഏത് ഉപയോഗിക്കാം എന്നാണ്. ഇപ്പോൾ ഈ കാണുന്ന ബാറ്ററി വി ഗാർഡിൻ്റെ ആണ്. വി ഗാർഡിൻ്റെ ബാറ്ററി C20 ബാറ്ററി കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ബാറ്ററികൾ എക്സൈഡിൻ്റെ സോളാർ ട്യൂബുലാർ C10 റേറ്റിംഗിലുള്ള ബാറ്ററിയാണ്. 120H ആണ്. 60 മാസമാണ് ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉള്ളത്. ഇത് കഴിഞ്ഞ 4 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 4-5 മാസമായിട്ട് ഞാൻ ബാറ്ററിയുടെ വാട്ടർ ടോപ്പ് അപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ രണ്ട് C10 ബാറ്ററികളിലെ ആസിഡ് ലെവല് താന്നിരിക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് റീഫില്ല് ചെയ്യാം. ബാറ്ററി ടോപ്പ് അപ്പ് ചെയ്യാൻ നമ്മൾ വാങ്ങുന്ന ബാറ്ററി വാട്ടർ യഥാർത്ഥത്തിൽ ഡി അയോണൈസ്ഡ് വാട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ഡി അയോണൈസ്ഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് സോഡിയം, പൊട്ടാഷ്യം, സൾഫേറ്റ് തുടങ്ങിയ അയോൺസ് ഉണ്ടായിരിക്കുന്നതല്ല. നമ്മുടെ സാധാരണ പൈപ്പ് വെള്ളത്തിലും കിണറ്റ് വെള്ളത്തിലുമൊക്കെ ഇത്തരം അയോൺസിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും. ഈ കാണുന്നത് 2-3 മാസം മുന്നേ ഞാൻ വാങ്ങിയ ബാറ്ററി വാട്ടറാണ്. ഇതിനകത്ത് വളരെ ഭംഗിയായിട്ടൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, എക്സൈഡ് എന്ന ലോഗോയൊക്കെ ആയിട്ട്. പക്ഷേ അവസാനം സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അറിയണത് ബാറ്ററി വാട്ടർ ഫോർ എക്സൈഡ് എന്നാണ് എഴുതിയിരുന്നത്. എക്സൈഡ് ഒന്നുമല്ല, ലോക്കൽ ഏതോ കമ്പനിക്കാർ പറ്റിച്ചാണ്. ഇപ്പോൾ ഇത് നമുക്ക് ലിറ്റ്മസ് പേപ്പർ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലിറ്റ്മസ് പേപ്പർ ആസിഡുമായിട്ട് കോണ്ടാക്റ്റ് ആയാൽ ലൈറ്റായിട്ട് റെഡിലേക്ക് ചേഞ്ച് ആവും. ഒരു കോൺസെൻട്രേറ്റഡ് ആസിഡ് ആണെങ്കിൽ അത് റെഡ് കളർ, നല്ല ഡാർക്ക് റെഡിലോട്ട് മാറും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബാറ്ററി വാട്ടറിനകത്ത് അയോൺസ് ഉണ്ടെങ്കിൽ, അതായത് ക്ലോറേറ്റ്, പിന്നെ ആലം, അങ്ങനത്തെ അയോൺസ് ഉണ്ടെങ്കിൽ അത് ബാറ്ററി പ്ലേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് ഒത്തിരി ഗ്യാസിഫിക്കേഷനും പിന്നെ അതിൻ്റെ ലൈഫ് തന്നെ കുറഞ്ഞെന്ന് വരാം. അയോൺസ് ഇല്ലാത്ത നല്ല ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ ഡീഅയോണൈസ്ഡ് വാട്ടറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് നല്ല അറിയാവുന്ന റെപ്യൂട്ടഡ് ബ്രാൻഡ് ബാറ്ററി വാട്ടർ മാത്രം ഉപയോഗിക്കുക. അത് ബാറ്ററി ലൈഫ് തന്നെ ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോലൈറ്റ് ലെവൽ എപ്പോഴും മിനിമത്തിൽ താഴാതെയും മാക്സിമത്തിൽ കൂടാതെയും ശ്രദ്ധിക്കുക. സമയാസമയം കൃത്യമായി ബാറ്ററി ടോപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ലൈഫ് എന്തായാലും കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇത് നോക്കിയാൽ അറിയാം, ഇതിനകത്ത് ചെറുതായിട്ട് റെഡിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ലോക്കലി വാങ്ങിയ ബാറ്ററി വാട്ടർ ആസിഡും ചേർത്താണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ പ്യൂരിറ്റി, അതായത് അയോൺസിൻ്റെ കണ്ടൻറ്റ് എത്ര ppm എന്നാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത് ഞാൻ ഒരു തവണ ഉപയോഗിച്ചു, ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ എക്സൈഡിൻ്റെ തന്നെ ഒറിജിനൽ ഡി അയോണൈസ്ഡ് അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ 2-3 തവണയായിട്ട് അത് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വില വന്നിട്ട് 153 രൂപയാണ് 5 ലിറ്ററിൻ്റെ വില. ലിറ്റ്മസ് പേപ്പറിൽ കുറച്ച് റെഡ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ചെറിയ തോതിൽ ആസിഡ് ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ലിറ്റ്മസ് പേപ്പർ ബാറ്ററിയുടെ ഉള്ളിലുള്ള സൾഫ്യൂരിക് ആസിഡുമായിട്ടൊന്ന് ചേർത്ത് നോക്കാം. ഇപ്പോൾ കാണാമല്ലോ, ഇത് നല്ല റെഡ് കളറായി സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ. അപ്പോൾ ഇത്രയും റെഡ് കളറാണ് ഒരു നോർമൽ കോൺസെൻട്രേഷനുള്ള ആസിഡുമായിട്ട് ചേരുമ്പോൾ ലിറ്റ്മസ് പേപ്പർ കാണിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ എക്സൈഡിൻ്റെ ഡിസ്റ്റിൽഡ് വാട്ടർ നോക്കാം. ഇതാണ് എക്സൈഡിൻ്റെ ഡിസ്റ്റിൽഡ് വാട്ടർ. ഇത് ഡി അയണൈസ്ഡ് വാട്ടറാണ്. അപ്പോൾ ഇതിനകത്ത് നോട്ട് ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ എന്നൊക്കെ എഴുതിയിരുന്നു. അതിൻ്റെ സ്റ്റിക്കറൊക്കെ കീറിപ്പോയി. 5 ലിറ്ററിൻ്റെ 153 രൂപയാണ് വില. ഇത് സീൽഡ് കണ്ടെയ്നറിനകത്താണ് വരുന്നത്. ഇതിൻ്റെ അടപ്പിൽ തന്നെ ഒരു സീലുണ്ട്. അടപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു സീലുണ്ട്. ആ സീലിലാണ് ആ സീൽ ഇളക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഇത് ഓപ്പൺ ആവുന്നത്. ഇപ്പോൾ ലിറ്റ്മസ് പേപ്പർ ഇട്ടൊന്ന് നോക്കാം. ലിറ്റ്മസ് പേപ്പർ ഒന്ന് കുതിർന്നിട്ടുള്ളതല്ലാതെ അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല. ഇത് പ്യുവറായിട്ടുള്ള നല്ല ആസിഡൊന്നും ഇല്ലാത്ത വെള്ളമാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയുടെ ലൈഫ് ഒത്തിരി കൂടുതൽ പ്രതീക്ഷിക്കാം. നല്ല ബ്രാൻഡ് ഡിസ്റ്റിൽഡ് വാട്ടർ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ
അതിനെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ബാക്കിയുള്ള എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 8 വർഷം വർക്ക് ചെയ്യേണ്ട ബാറ്ററി 3-4 വർഷം കൊണ്ട് കേടായി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടം തന്നെയാണ്. എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചെത്തുന്നതായിരിക്കും. നന്ദി.